ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 197 പോയിൻറ്റ്സ് ഉയർന്ന് 24,021 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 58,150 966 പോയിൻറ്റ്സ് ഉയർന്നു. നിഫ്റ്റി മിഡ് ക്യാപ് 64 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 62,135 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 73 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 18,879 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.38 സെൻസെക്സ് 790 പോയിൻറ്റ്സ് ഉയർന്ന് 76,991 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,102 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,824 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ വീണ്ടും 24,021 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച സ്റ്റാർട്ടിംഗ് മുതലാകെ 8 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് നിഫ്റ്റിയിലുണ്ടായത്. 0.04% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,021 നിൽക്കുമ്പോൾ 8.07% ലോസാണ് നിഫ്റ്റി 50 ഈ വർഷം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസം മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ജൂൺ 2025 25,517 നിഫ്റ്റി ഇന്ന് 24,021 ക്ലോസ് ചെയ്തപ്പോൾ 5.86% ലോസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 മാസത്തെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,542 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,463 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി ഓട്ടോ 26,384 ക്ലോസ് ചെയ്തപ്പോൾ 112 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 360 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 39,980 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 406 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 26,736 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി FMCG 49,085 ക്ലോസ് ചെയ്തപ്പോൾ 26 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 15,954 ക്ലോസ് ചെയ്തപ്പോൾ 35 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 2 പോയിൻറ്റ്സ് ഉയർന്ന് 9463 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 27,566 ക്ലോസ് ചെയ്തപ്പോൾ 554 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മീഡിയ 4 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1,519 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 12,618 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 70 പോയിൻറ്റ്സ് ഉയർന്ന് 11,241 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 29 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 25,018 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 37 പോയിൻറ്റ്സ് ഉയർന്ന് 8,628 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 823 ക്ലോസ് ചെയ്തു. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 3.60% റാലി നടത്തി. ട്രെൻഡ് 3.31% റാലി നടത്തി. ടെക് മഹീന്ദ്ര 3.25%, ബജാജ് ഫിനാൻസ് 2.97%, ഇൻഫോസിസ് 2.65%, ICICI ബാങ്ക് 2.64%, ശ്രീറാം ഫിനാൻസ് 2.58%, TCS 2.40%, HDFC ബാങ്ക് 2.39% ആൻഡ് ഡോക്ടർ റെഡ്ഡി 2.08% റാലി നടത്തി. ഇന്നത്തെ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ 2.74% ഫോളോ കണ്ടു. NTPC 2.07% ഫോളോ നടത്തി. ONGC 1.78% ഫോളോ കണ്ടു. ടാറ്റ സ്റ്റീൽ 1.76%, ഭാരത് ഇലക്ട്രിക് 1.54%, മാരുതി സുസുക്കി 1.51%, TMPV 1.37%, ഭാരതി എയർടെൽ 1.28%, SBI ലൈഫ് 1.04%, ഇൻഡൽകോ 1.03% ഫോളോ നടത്തി. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA നിന്ന് ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ 25 ജൂണിന് വരുന്നുണ്ട്. അതിൻ്റെ USA നിന്ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ 25 നാളെ വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഇന്ത്യ എന്ന് S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ 25 ജൂൺ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.